നമസ്കാരം. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഉണ്മയെ കാണാൻ സാധ്യമല്ല, സത്യത്തിനെ കാണാൻ സാധ്യമല്ല. കാരണം കാണുന്നവനിലാണ് സത്യം, കാണുന്നവനാണ് സത്യം. കാണുന്നതിനെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നതിനെ ഉള്ളതുപോലെ തോന്നിക്കുന്നത്, ആ തോന്നിക്കുന്നതിന് പേരാണ് പ്രാതിഭാസിക സത്യം. ഉദാഹരണം, സ്വപ്നമൊക്കെ കാണുമല്ലോ, അത്. അപ്പം പാരമാർത്ഥിക സത്യം എന്നത് അത് ബ്രഹ്മം മാത്രം, മാറാത്തത് ഏതോ അതാണ് സത്യം. മാറുന്നതൊന്നും സത്യമല്ല, മാറുന്നതൊന്നും സത്യമല്ല. മാറുന്നതിനെ കണ്ടുകൊണ്ട് മാറുന്നതിനെ കണ്ടുകൊണ്ട് മാറാതെ ഇരിക്കുന്നത് ഏതോ അതാണ് സത്യം. അപ്പം നമ്മൾ കാണുന്ന ഈ നാമരൂപങ്ങൾ അതെല്ലാം അസത്താണ്. ഇപ്പം നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അയാളുടെ നാമവും പേര്, അയാളുടെ നാമവും അതേമാതിരി രൂപവും ഷെയ്പ്പ് ആ കാണുന്ന സമയത്ത് മാത്രം സത്യമായി തോന്നുന്നുണ്ടല്ലോ, ആ തോന്നുന്നതിനെ വ്യാവഹാരിക സത്യം എന്ന് പറയും. ആ തോന്നുന്നത് അതാണ് വ്യാവഹാരിക സത്യം. ഇപ്പൊ കണ്ടത് സത്യമാണെങ്കിൽ അത് മാറാതെ അതേപോലെ അങ്ങനെ തന്നെ. ഇപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകണു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിൽ പോകണമെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ അവിടെ ഒരാളെ കാണണോ, സംസാരിച്ചു കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് പോകും, നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ, കണ്ടു എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിലാണ് പെടുത്തുന്നത്, അല്ലേ? അപ്പം ആ കണ്ടത് സത്യമാണെങ്കിൽ അത് മാറാതെ അതേപോലെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഓരോ സ്ഥലത്തേക്ക്, ഓരോ റൂമിലേക്ക് പോകും, അവിടെ പോകും, ഓരോ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ മാറുന്നതിന് പേരാണോ സത്യം, മാറാത്തതിന് പേരാണോ സത്യം? മാറാത്തതിന് പേരാണ് സത്യം. സ്ഥായിയായിട്ട് എന്തുണ്ടോ അതിന് പേരാണ് സത്യം. മാറ്റമില്ലാത്തതിന് പേരാണ് സത്യം. അപ്പം അതൊക്കെ നമ്മൾ വിചാരം ചെയ്ത് നോക്കണം. സ്വകാലേ സത്യവത് ഭാതി പ്രബോധേ അസത് ഭവേത്, അല്ലേ? അപ്പം ഈ നമ്മൾ ഈ ഞാൻ എന്ന് പറയുമല്ലോ, നമ്മൾ ഞാൻ എന്ന് പറയുന്ന എൻ്റെ സ്വരൂപത്തിൽ അതായത് ഞാൻ എന്ന ഉണർവിൽ ഞാൻ തടിച്ചവൻ, അതേമാതിരി ഞാൻ പഠിച്ചവൻ, ഞാൻ വെളുത്തവൻ, ഞാൻ ഉയരമുള്ളവൻ, ഞാൻ പണക്കാരൻ, അങ്ങനെ തുടങ്ങിയ നിറയെ വിശേഷണങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഞാൻ എന്ന് പറയുന്നതായ ഈ ഞാനിൽ, അതായത് എൻ്റെ ഉണർവിൽ എന്തെങ്കിലും കൂടുന്നുണ്ടോ? ഇനി ചില പോരായ്മകൾ ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ആ തോന്നുന്ന ഞാനിൽ ആ കുറവുകൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ, എന്താ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, ആ തോന്നുന്ന ഈ ഞാനിൽ ആ കുറവുകൾ
പരിഹരിച്ചില്ലെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്നതായ ഈ ഞാനിൽ എന്തെങ്കിലും കുറയുന്നുണ്ടോ? കുറയുന്നുണ്ടോ? കുറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം, അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഞാനിൽ ഒന്നും ചേർക്കാനോ ഒന്നും കുറയ്ക്കാനോ ഒന്നും സാധ്യമല്ല. ഈ ഞാനിൽ ചേർക്കുന്നത് മുഴുവൻ മിഥ്യയാണ്, ഒന്നും ചേർക്കാൻ പറ്റില്ല, മിഥ്യയാണ്. അപ്പൊ ഒരാൾ തന്നെ രൂപമുള്ളവനായിട്ടും, അല്ലേ, രൂപമുള്ളവനായിട്ടും ദേഹമായും, അങ്ങനെ രൂപമൊക്കെ ഉള്ള ആളാണ്, പിന്നെ ഈ ദേഹം ഞാനാണ്, അങ്ങനെയൊക്കെ കരുതിയെന്ന് വെച്ചോളൂ. അങ്ങനെ കരുതിയാൽ ഈ പ്രപഞ്ചവും മറ്റ് ജീവരാശികളും പരമാത്മാവും നാമരൂപത്തോടു കൂടിയ ദൃശ്യവസ്തുക്കളായി തന്നെ അയാൾക്ക്, അങ്ങനെ തോന്നിയ അയാൾക്ക് കാണപ്പെടും. അങ്ങനെ ആർക്കൊക്കെ തോന്നുന്നുണ്ടോ അവർക്ക് കാണപ്പെടും. അപ്പൊ താൻ നാമമോ രൂപമോ ഉള്ള ആളല്ല, നാമമോ രൂപമോ ഉള്ള ഉപാധി അല്ലെന്ന് ഭഗവത് കൃപ കൊണ്ട്, ഗുരു കടാക്ഷം കൊണ്ട് അറിയാൻ സാധിച്ചാൽ, ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം തുടങ്ങിയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ ഈ ബ്രഹ്മനിഷ്ഠരിൽ നിന്നും, അല്ലേ, ഈ സ്ത്രോത്രിയൻ എന്ന് പറയും, സ്ത്രോത്രിയനിൽ നിന്നും ഗുരുവിനെ സമീപിച്ച്, വേണ്ട രീതിയിൽ, ശ്രദ്ധിക്കണം, വേണ്ട രീതിയിൽ വിചാരത്തിലൂടെ, ആ ജ്ഞാനവിചാരത്തിലൂടെ, വേണ്ട രീതിയിലുള്ള ആ ജ്ഞാനവിചാരത്തിലൂടെ എല്ലാം തെളിഞ്ഞു കിട്ടും. എല്ലാം തെളിഞ്ഞ് പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള ജീവരാശികളുടെ രൂപത്തെയും ആര് കാണും? ആര് കാണും? ആര് കാണും? അപ്പൊ ഈ പ്രജ്ഞാനേത്ര ദർശനം കൊണ്ട് പ്രകാശിക്കുന്നതാണ് അന്തിമമായ ദൃഷ്ടി. അതാണ് അന്തിമമായ ദൃഷ്ടി. അപ്പൊ സത്യം ഒന്നേ ഉള്ളൂ. അത് ബ്രഹ്മം മാത്രം, അല്ലേ? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഃ. ഈ പ്രപഞ്ചത്തിന്റെ ഇതിൻ്റെ എല്ലാം ഉണ്മേനെ, സത്യത്തിനെ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.